പറയുകയും ചെയ്യും. രണ്ട് ചെയ്യുന്നുണ്ട്. നീ ഇവിടെ സ്കാൻ വെച്ചിരുന്നു ആര് തുടങ്ങിയതാണ് ഇവിടെ സ്കാൻ ചെയ്തവർ നമ്മളടുത്ത് മൊഴി എന്നിട്ടുണ്ടല്ലോ. ഇവിടെ സ്കാൻ ചെയ്തപ്പോൾ അവർക്കാണ് പൈസ നിന്റെ അക്കൗണ്ടിലാണ് പൈസ ഒന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ സ്കാൻ ചെയ്ത് വാങ്ങിക്കുന്നത് പൈസ വാങ്ങിക്കുന്നത് ഫോണിലെ സ്കാനല്ല. ഇതുപോലത്തെ ഇതുണ്ടായിരുന്നോ? അല്ല ഇതുപോലത്തെ നിങ്ങൾ ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ സ്കാൻ ഉണ്ടാക്കിയോ? അതെന്താ പിന്നെ അങ്ങനെ അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ക്യാഷ് ഉണ്ടോ? അതങ്ങനെ നീ സ്കാൻ നീ ഇവിടെ സ്കാൻ വെച്ചിരുന്നൊന്നും അതുകൊണ്ട് സാധനം വാങ്ങിച്ച കുട്ടി പറഞ്ഞില്ല. അവര് സ്കാൻ അവര് പൈസ അയച്ച സമയത്ത് നിന്റെ പേരാണ് ഇത് വന്നിട്ടുള്ളത്. നിന്റെ ഫോണിന്റെ സ്കാനറല്ല സ്കാനറിലാണ് വെച്ചിരുന്നത്. ഫോണിന്റെ സ്കാനറാണോ വെച്ചത്? ഇവിടെയുള്ള സ്കാനർ എവിടെ വരുന്നത്? അതെന്താണ് സ്കാൻ ചെയ്തത്? ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഇതിന് നിങ്ങൾ കൊടുക്കില്ല. ഇതിന് നിങ്ങളുടെ മൊബൈൽ കാണിക്കില്ല. ഇവിടുത്തെ കയ്യിലല്ലേ സ്കാൻ ചെയ്യാൻ പറ്റില്ല. ഇതിനങ്ങനെ പൈസ പോയിട്ടില്ലല്ലോ. നിങ്ങൾ പൈസ കിട്ടിയാൽ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു 1500 രൂപ കിട്ടും. അപ്പം എന്ത് ചെയ്യും? വീട് അപ്പോൾ തന്നെ അതെങ്ങനെ ഗൂഗിൾ പേ ചെയ്തു. അതായത് ഇവിടുന്ന് ഇപ്പോൾ കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ്. ഈ ആർക്കാണ് കിട്ടുന്ന വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ്? പിന്നെ സാധനത്തിന് സാധനം വാങ്ങിക്കുന്ന ആൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? ഒരു കസ്റ്റമർ വരാം. ഇപ്പോൾ ഈ ഒരു മാല വാങ്ങി ഒരു 790 എൻ്റെ കിലോ നിങ്ങൾ ബില്ല് അടിച്ചു കൊടുക്കും. ഇതിലാണ് അതായത് തന്നെ ഇപ്പോൾ അവിടുന്ന് ഒരു 10 മാല കൊണ്ടുവന്നു. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ അത് തിരിച്ച് കണക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? കൊണ്ടുവന്നു നിങ്ങൾ വിറ്റു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനകത്തൊരു 2 മാല നിങ്ങൾ എടുത്തല്ലോ. അപ്പോൾ അത് തിരിച്ച് കണക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എടുത്തത് നിങ്ങൾ വിറ്റല്ലോ. വിറ്റതിൽ നിങ്ങൾ പൈസ എടുത്തെന്ന് വെച്ചു. അപ്പോൾ അത് തിരിച്ചെങ്ങനെ കൊടുക്കുന്നത്? നിങ്ങൾ എടുക്കുന്ന അറിയുന്നുണ്ടോ? നിങ്ങൾ പൈസ ഒന്നും എടുത്തിട്ടില്ല. സ്റ്റെഫിങ് അയച്ച പൈസ നമ്മൾ പൈസ എടുക്കുന്നത് സ്റ്റെഫിൻ ബ്രൗണിന് പൈസ അയച്ചിട്ടില്ല. ജെന്യൂൻ അയച്ചു.